ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണലായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഡൗട്ട്സുകൾ ചോദിച്ചുകൊണ്ട് ഇതൊക്കെ എപ്പോൾ തുടങ്ങും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു വെക്കണം എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം കൂടെ ഒന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഉപകാരമാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തെന്നാൽ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റെപ്പും, ICRൽ വരുന്ന ഓരോ സ്റ്റെപ്പും, നമ്മുടെ CUTയുടെ ഓരോ സ്റ്റെപ്സും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് പിന്നെ റിമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്താലും മതിയാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സ്, അഥവാ അഗ്രികൾച്ചറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്സ് ആണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് നീറ്റ് എഴുതുക, മറ്റൊന്ന് CUT എന്ന് പറഞ്ഞ എക്സാം എഴുതുക. അപ്പോൾ നീറ്റ് എന്ന് പറഞ്ഞ എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ നീറ്റ് എന്ന് പറഞ്ഞ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീം രജിസ്റ്റർ ചെയ്യണം. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി കീം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ കീം രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ 80% സീറ്റിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ 80% സീറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവണം. അപ്പം നീറ്റിന്റെ സ്കോർ വെച്ച് നമ്മൾ നീറ്റിലെ വിവാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നീറ്റിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് കാരണം തന്നെ ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുമ്പം നല്ല ഉയർന്നിട്ടുണ്ടാവും. 560, 570 പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു കോഴ്സ് ലഭിക്കാനുള്ള ചാൻസ് ഈ പ്രാവശ്യം ഉള്ളൂ. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നീറ്റ് വഴി പറയുമ്പോൾ. ഇനി ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് CUT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും CUT എഴുതിയിട്ടുള്ള മക്കളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ CUT എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് ഇനിയുള്ള ഓപ്ഷൻ എന്താണ്? ICR ആണ്. ICR എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ ICR രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിലോട്ട് നിങ്ങൾക്ക് ബാക്കി 20% സീറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇത് ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പോൾ ഈ CUT എഴുതിയിട്ടുള്ള മക്കൾ ശ്രദ്ധിക്കേണ്ട ചില സ്റ്റെപ്സുകളുണ്ട്. ഓക്കെ, ഇവിടെ എന്താ മെയിൻ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് കേരളത്തിൽ ലഭിക്കാൻ ആവശ്യമുള്ള മാർക്കിനെക്കാട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കൂടുതൽ വേണ്ടി വരും. അതാണ് നമ്മുടെ CUT ഡൊമിസൈൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റൂൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളെ, അതായത് ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പല സ്ഥലങ്ങളിൽ പോയി ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റൂൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റിൽ ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് ഈ സ്റ്റേറ്റിലോട്ട് കിട്ടാൻ ആവശ്യമുള്ള മാർക്കിനെക്കാട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ മാർക്ക് വേണ്ടി വരും. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് രണ്ടുമല്ല, നിങ്ങൾക്ക് പിന്നെയും നമ്മുടെ CUTൽ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോഴും നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഡയറക്റ്റ് അഡ്മിഷൻസിലൂടെയാണ്. ഈ ഡയറക്റ്റ് അഡ്മിഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക? അതായത് പല യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ഡയറക്റ്റ് കൗൺസിലിംഗ് നടത്താറുണ്ട്. അതായത് ഈ കൗൺസിലിങ്ങിലൂടെ ഒന്നില്ലെങ്കിൽ CUTയുടെ മാർക്ക് വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുക, കൗൺസിലിംഗ് ജോയിൻ ചെയ്യിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ 10 പ്ലസ് ടുയുടെ മാർക്ക് വെച്ചിട്ടായിരിക്കും. അത് ഓരോ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, വ്യത്യാസം ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം തന്നെ നമ്മുടെ ഡയറക്റ്റ് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ട് ചില യൂണിവേഴ്സിറ്റീസ്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത കുട്ടികളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ഇതും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യുക എന്ന് പറയാൻ ഇത്തിരി പ്രയാസമായിരിക്കും. നമുക്ക് സമയം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത്രയും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് വേറെ കാര്യം. അപ്പം നമ്മൾ ഡയറക്റ്റ് അഡ്മിഷനിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റീസ്, ഓരോ യൂണിവേഴ്സിറ്റി അവരവരുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നോട്ടീസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ നോട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ കഴിയും. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, അവിടെ അഡ്മിഷൻ എടുത്താൽ മതിയാവും. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കിയുള്ള സ്റ്റേറ്റിലോട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കണമെങ്കിൽ 10ാം ക്ലാസ്സും പ്ലസ് ടുയുടെ മാർക്ക് വെച്ച് എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അവിടെ സെൽഫ് ഫിനാൻസിങ് സീറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ലഭിക്കത്തുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയാനുള്ളത്. നെക്സ്റ്റ്, ഇനി നമ്മൾ CUT എഴുതിയ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് നെക്സ്റ്റ് പ്രോസസ്സുകൾ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യും നോക്കാം. CUT എഴുതിയ കുട്ടികളാണെങ്കിൽ ഇനി റിസൾട്ട് വരാനുണ്ട് അല്ലേ. അപ്പോൾ ഈ റിസൾട്ട് എപ്പോൾ വരും, എങ്ങനെ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ. ഈ വിൻഡോ എന്താണ്, CUTയുടെ
ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് ഇവിടെ ഒരു ബാർ മൂവി എന്ന് കണ്ടുകൂടെ, അഡ്മിറ്റ് കാർഡ് ഇസ് ലൈവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ബാറിന്റെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ ആദ്യം വരും. ഓക്കെ, ഈ ആൻസർ കീ ഈ 2-3 ദിവസത്തിനുള്ളിൽ വരേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ ഈ സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് റിലീസ് ആവും. 30 ഇതുവരെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ വ്യത്യാസപ്പെടുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അങ്ങനെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ CUET എന്ത് ചെയ്യും, നിങ്ങളുടെ റിസൾട്ട് ICRലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ICRലോട്ട് അവർ തന്നെ സെൻഡ് ചെയ്യും. അത് നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, നിങ്ങളുടെ റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ICRലോട്ട് അവർ സെൻഡ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ജോലി അവിടെ കഴിയുന്നില്ല. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ICRലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ആവശ്യം, അതായത് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എഴുതിയ കുട്ടികളാണ്, പക്ഷേ നിങ്ങൾക്ക് മാത്സിന്റെ സ്കോർ വേണ്ട, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ സ്കോർ മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്കോർ മാത്രം ICR എടുക്കുകയും അത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഈ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ റാങ്ക് എന്താ, അതായത് CUETയുടെ ഒരു റാങ്ക് ഉണ്ട്, ICR സെപ്പറേറ്റ് റാങ്കിങ് വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ ഈ ചോയ്സ് ഫില്ലിംഗ് ആണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ സീറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് സ്കോർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഈ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ നമുക്ക് ബേജാറാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യും, നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മുടെ ചോയ്സ് ഫില്ലിങ്ങിന്റെ കാര്യം പറയാം. ചോയ്സ് ഫില്ലിംഗ് ഏറ്റവും കൂടുതൽ തലവേദന പിടിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. എന്തെന്നാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ 1000+ യൂണിവേഴ്സിറ്റീസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഈ 1000+ യൂണിവേഴ്സിറ്റി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ, ഇല്ല. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിനനുസരിച്ചുള്ള ഒരു സീറ്റ്, മാർക്കിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം നിങ്ങൾ വെച്ചില്ല എങ്കിൽ, നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി മാത്രം നിങ്ങൾ വെച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എപ്പോഴും റെഡിയാണ്. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിംഗിന്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ പേഴ്സണലൈസ് കൗൺസിലിംഗിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇത് എന്തുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ വർഷം മാത്രമായിട്ട് നമുക്ക് 580+ റിസൾട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കഴിഞ്ഞ വർഷം മാത്രമായിട്ട് നമ്മൾ കുട്ടികൾക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പേഴ്സണലൈസ്ഡുള്ള കൗൺസിലിംഗ് പോലെ തന്നെ നമ്മൾ ചെയ്തതാണത്. അപ്പോൾ ഈ കൗൺസിലിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിലിംഗ് പ്രോസസ്സ് മാത്രമല്ല, നിങ്ങൾക്ക് കൗൺസിലിംഗിലൂടെ നിങ്ങളുടെ കോളേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലോടും നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കൗൺസിലിംഗ് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം അല്ലേ. അപ്പോൾ കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ഈ സ്കോളർഷിപ്സിൻ്റെ ഹെൽപ്പും, അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, അതെല്ലാം അങ്ങനത്തെ പല ഡൗട്ട്സുകളും ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ സീനിയേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സീനിയേഴ്സായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കഴിഞ്ഞ വർഷം നമ്മളിലൂടെ അഡ്മിഷൻ വാങ്ങിച്ചിട്ട് പോയി ഒരുപാട് സീനിയേഴ്സ് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും അവിടെ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ ഇത് മാത്രമല്ല, ഇനിയും ഒട്ടനവധി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കൗൺസിലിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ചോയ്സ് ഫില്ലിംഗിലെ പ്രിഫറൻസ് ഓർഡർ തന്നെയാണ്. ഈ പ്രിഫറൻസ് ഓർഡർ നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് തരും. നമ്മൾ തന്നെ ചെയ്ത് നിങ്ങളുടെ ഇതിലൂടെ നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ഡോക്യുമെന്റ്സും ഇപ്പോഴേ റെഡിയാക്കി വെക്കേണ്ട പല ഡോക്യുമെന്റ്സും ഉണ്ട്. അതെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലോട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം അറിയാൻ കഴിയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കാൻ പറ്റും. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് റെഡിയാക്കി അപ്ലോഡ് ചെയ്യാനുള്ള ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ സീനിയേഴ്സിൻ്റെ സപ്പോർട്ടും ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷന് ശേഷമുള്ള ഗൈഡൻസ് ഉണ്ട്. പിന്നെ
മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ എക്സാം എഴുതിയിട്ട് സീറ്റ് വാങ്ങിക്കാൻ പോകുന്ന അഡ്മിഷൻ വാങ്ങിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോഴേ പരിചയപ്പെടാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും ടെൻഷൻ ഒരുവിധം നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാക്സിമം ടെൻഷൻ കുറഞ്ഞിരിക്കും. ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ അതായോ ഇതായോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടാകത്തില്ല. എന്നാൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ പറയാൻ പോകണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് GP ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അയക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞു അല്ലേ. ഈ ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന് നിങ്ങൾക്ക് അഥവാ ഒരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, ഈ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഒന്നില്ലെങ്കിൽ ആ സീറ്റ് നിങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോവുക അല്ലേ. അപ്പോൾ ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ഫ്ലോട്ട് ചെയ്യുക. ഈ സീറ്റ് ഫ്രീസ് ചെയ്യുകയോ ഫ്ലോട്ട് ചെയ്യുകയോ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ നിങ്ങൾ ഫ്ലോട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് അവിടെ ഫ്രീസ് ആവും. ഇനി നിങ്ങൾ ഫ്രീസ് ഇത് രണ്ടും ചെയ്തില്ല, അതേസമയം നിങ്ങളുടെ ഡോക്യുമെന്റ്സും അവിടെ പെൻഡിങ് ആണ്, ഫീസ് നിങ്ങൾ പെൻഡിങ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സീറ്റ് അവിടെ ക്യാൻസൽ ആവും. അങ്ങനെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത അലോട്ട്മെന്റിലോട്ട് പങ്കെടുക്കാനും നിങ്ങൾക്ക് കഴിയത്തില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ മോപ്പപ്പിൽ പോയി പങ്കെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിലോട്ട് അവരുടെ നെയിംസ് പോവുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ അവർക്ക് വേറെ ഒരു കോളേജ് വേണമെങ്കിൽ എന്ത് ചെയ്യും, പരിഗണിക്കുകയും ചെയ്യും. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല, ആ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആ കോളേജ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഫ്രീസ് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിലും സെയിം പ്രോസസ് ആയിരിക്കും. നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചാൽ ഫ്രീസ് ആവും, ഫ്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം. അതേപോലെ സീറ്റ് ഇതിലൊന്നും ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിലോട്ട് പരിഗണിക്കുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്, ദെൻ ഫോർത്ത് അലോട്ട്മെന്റ്. ഇങ്ങനെ ഓരോ അലോട്ട്മെന്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലത്തെ സ്റ്റെപ്സുകൾ കാണാൻ കഴിയുന്നതായിരിക്കും. ഫോർത്ത് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണത്തില്ല. ഫോർത്ത് അലോട്ട്മെന്റ് ലാസ്റ്റ് അലോട്ട്മെന്റ് ആയിരിക്കും, അവിടെ നിങ്ങൾക്ക് ഫ്ലോട്ട് കാണാൻ കഴിയത്തില്ല. ഫ്രീസ്, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് എന്താണോ അത് ഫ്രീസ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോപ്പപ്പിൽ നിങ്ങൾക്ക് ഇതുവരെ അഡ്മിഷൻ ലഭിച്ച ഒരു കുട്ടിക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. ന്യൂ രജിസ്ട്രേഷനും, അതായത് ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതേപോലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനോ ഫീസ് അടയ്ക്കാത്തത് കാരണമോ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, മോപ്പപ്പിൽ പങ്കെടുക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രോസസ്സുകളും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒരുവിധം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആവാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. കുറച്ചും കൂടെ സീറ്റ്സ് ബാക്കിയുണ്ട്. ഒരുപാട് കുട്ടികൾ നല്ല റെസ്പോൺസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ സീറ്റ്സ് ബാക്കിയുണ്ട്. താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക. ഓക്കെ, അതേപോലെ അധികം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ഇതേപോലത്തെ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.